Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. مرحبا بكم يا أحبائي. كيف الحال? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും 2ാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പഠിച്ചില്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? നിങ്ങൾക്കറിയാമോ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അലമുൽ ഹിന്ദി. അലമുൽ ഹിന്ദാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു കുഞ്ഞു കവിതയാണല്ലേ? ഇത് നമ്മൾ മാഗസിനിൽ ചേർത്ത ഒരു കുഞ്ഞു കവിതയാണ്. നേരത്തെ നമ്മൾ മാഗസിൻ ഉണ്ടാക്കിയില്ലേ ആദ്യത്തെ പാഠത്തിൽ? ആ പാഠത്തിലെ മാഗസിനാണ്. അങ്ങനെ നമ്മുടെ മാഗസിനിൽ വന്ന ഒരു കുഞ്ഞു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പാടി നോക്കിയാലോ? എങ്കിൽ നമുക്ക് പാടി നോക്കാം. ഹയ്യാ നുൻഷിദ് ഹാദിഹിൽ ഖസീദ. അലമുൽ ഹിന്ദി. അലമുൽ ഹിന്ദ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ ഫ്ലാഗ്. അലം എന്ന് വെച്ചാൽ ഫ്ലാഗ്. അല്ല ഹിന്ദോ? ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യ. അലമുൽ ഹിന്ദി ഇന്ത്യൻ ഫ്ലാഗ്. ഇനി നമുക്ക് പാടി നോക്കാം. അലമി അലമി അലമുൽ ഹിന്ദി അലമുൽ ഫറഹി അലമുൽ മറഹി علمي علمي علم البلد علم الوعد علم السعد علمي علمي علم الوطن علم الفوز علم الفخر. നല്ല കവിതയാണല്ലേ? നമ്മുടെ ഫ്ലാഗിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു നല്ല കവിതയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പാടി നോക്കിക്കേ. ഇനി നമുക്ക് നോക്കാം. അലമി. അലമി എന്ന് വെച്ചാൽ മൈ ഫ്ലാഗ്. അലമി അലമുൽ ഹിന്ദ്. എൻ്റെ ഫ്ലാഗ് എവിടുത്തെ ഫ്ലാഗാണ്? നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്. അലമുൽ ഹിന്ദി ഇന്ത്യൻ ഫ്ലാഗ്. അലമുൽ ഫറഹി അതെന്തിൻ്റെ ഫ്ലാഗാണ്? സന്തോഷത്തിൻ്റെ ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് വെച്ചാൽ കൊടി. അലമുൽ മറഹി അതെന്തും കൂടെയാണ്? അലമുൽ മറഹി നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ വിനോദത്തിൻ്റെയും കൊടിയാണല്ലേ? അലമി അലമി. വീണ്ടും പറയുകയാണ്. മൈ ഫ്ലാഗ് അലമുൽ ബലദി നമ്മുടെ നാടിൻ്റെ ഫ്ലാഗ്. അലമുൽ വാദി അതെന്താണ്? നമ്മുടെ വാഗ്ദാനത്തിൻ്റെ കൊടിയാണ്. അലമുസ്സാദി അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഫ്ലാഗ് ആണല്ലേ? അലമുസ്സാദി. പിന്നെയോ വീണ്ടും പറയുകയാണ്. അലമി അലമി മൈ ഫ്ലാഗ് അലമുൽ വത്തനി അതെൻ്റെ നാടിൻ്റെ ഫ്ലാഗാണ്. അലമുൽ ഫൗസി അതെന്തും കൂടെയാണ്? അലമുൽ ഫൗസി വിജയത്തിൻ്റെ ഫ്ലാഗാണ്. അലമുൽ ഫഖരി നമ്മുടെ അഭിമാനത്തിൻ്റെയും കൂടെ ഫ്ലാഗാണല്ലേ? നമ്മുടെ ഫ്ലാഗ് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളതും സന്തോഷം തരുന്നതല്ലേ കാണുമ്പോഴൊക്കെ? നമ്മൾ വളരെ ആദരവോടെയും ബഹുമാനത്തോടും കൂടി സൂക്ഷിച്ചു വെക്കുന്നതാണല്ലേ നമ്മുടെ ഫ്ലാഗ്. ഇനി നോക്കിയിട്ട് പറഞ്ഞ് ഫ്ലാഗിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന്. മാഹിയ അൽവാനുഹു ഏതൊക്കെ കളേഴ്സാണുള്ളത്? ലൗൻ എന്ന് വെച്ചാൽ കളർ. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. മേലെ ഏതാണ് കളർ? ഓറഞ്ച് അല്ല, നമ്മൾ മജന്ത എന്നാണ് കേട്ടോ പറയാം. പിന്നെ നടുവിൽ വൈറ്റ്. താഴെയോ? താഴെ ഗ്രീൻ ആണല്ലേ? വെരി ഗുഡ്. ഇവിടെ 3 കളേഴ്സാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കി നോക്കിക്കേ. മജന്ത കളറിന് നമ്മൾ ജഅഫറാൻ എന്നാണ് പറയുക. വൈറ്റിന് അബിയൽ, ഗ്രീനിന് അഹ്ലർ എന്നും പറയും. നടുവിലൊരു അശോക ചക്രവും വരച്ച് നിങ്ങളെല്ലാവരും ഒരു കുഞ്ഞു ഫ്ലാഗ് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും താഴെ നോക്കിയിട്ട് പറഞ്ഞേ. മേലത്തെ കളർ ഏതാണ്? ജഅഫറാനിയു. എൻ്റെ കൂടെ വായിച്ച് ജഅഫറാനിയുൻ എന്ന് വെച്ചാൽ മജന്ത കളർ. പിന്നെയോ താഴെ ഏതാണ്? അബിയലുന് ഏതാണ് കളർ? വൈറ്റ്. പിന്നെയോ ഏറ്റവും അവസാനം ഏത് കളറാണ് നമ്മുടെ ഫ്ലാഗിന്? ഗ്രീൻ കളറാണല്ലേ? ഗ്രീന് നമ്മൾ അഹ്ലർ എന്നും പറയും. അഹ്ലർ. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ജഅഫറാനിയുൻ, മജന്ത, അബിയൽ, വൈറ്റ്, അഹ്ലർ, ഗ്രീൻ. 3 കളേഴ്സാണല്ലേ? എല്ലാവരും ഈ കളറിൻ്റെ പേരൊന്ന് പറഞ്ഞേ. നന്നായി പറഞ്ഞു പഠിക്കണേ. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ ഫ്ലാഗ് ഉണ്ടാക്കി നോക്കണമല്ലേ? നുഇദുൽ അലമ നമുക്കൊരു ഫ്ലാഗ് ഉണ്ടാക്കി നോക്കിയാലോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇവിടെ നോക്കിക്കേ. നുമയ്യിസുൽ അഷ്യാ അൽ ഇഅദാദി അൽ അലമി വനക്തുബഹ
നമുക്കൊരു ഫ്ലാഗ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? കളേഴ്സ് വേണം, പിന്നെയോ പെയിൻറ് വേണം, ബ്രഷ് വേണം, സിസേഴ്സ് വേണം. അങ്ങനെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തേ. കലമുൻ, പെന്ന് വേണോ? പെന്ന് ചിലപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി വരും അല്ലേ? പിന്നെയോ അഹ്ലർ, അഹ്ലർ എന്ന് പറഞ്ഞാൽ ഏതാണ് കളറ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഗ്രീൻ, സഫറാനിയുൻ, മജന്ത, അസ്റഖുൻ, ബ്ലൂ, അഹ്മർ, റെഡ്. പിന്നെയോ റെഡ് കളർ വേണോ നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കാൻ? വേണ്ട അല്ലേ? റെഡ് കളേഴ്സ് അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ മിസ്തൊറത്തുൻ, മിസ്തൊറത്തുൻ നിർബന്ധമായിട്ടും വേണം, കാരണം നമുക്ക് അളവെടുത്തിട്ട് വേണ്ട വരയ്ക്കാൻ. മിസ്തൊറത്തുൻ എന്ന് വെച്ചാൽ സ്കെയിൽ. പിന്നെയോ മെക്കസുൻ, മെക്കസുൻ എന്താണ്? സിസേഴ്സ്, കത്രികയാണല്ലേ? കത്രികയും വേണം, കാരണം നമ്മൾ പേപ്പർ വെട്ടിയെടുക്കണ്ടേ. പിന്നെയോ റീഷത്തുൻ, റീഷത്തുൻ വേണ്ടേ? ബ്രഷ് വേണ്ടേ കളർ കൊടുക്കാൻ? ഓക്കെ, അപ്പോൾ റീഷത്തുൻ വേണം. പിന്നെ വറക്കത്തുൻ, നമ്മൾ എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? പേപ്പർ വെച്ചാണല്ലേ? അപ്പം നിർബന്ധമായിട്ട് പേപ്പറും നമ്മുടെ കയ്യിൽ വേണം. പിന്നെയോ മിംഹാത്തുൻ, മിംഹാത്തുൻ എന്ന് വെച്ചാൽ റബ്ബർ. എറൈസർ വേണ്ടേ? നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ തെറ്റിപ്പോയാലും മായ്ക്കാൻ വേണ്ടിയിട്ട് എറൈസർ വേണ്ടേ? പിന്നെയോ ഖിറാഉൻ, ഖിറാഉൻ എന്താണ്? ഗമ്മാണല്ലേ? നമുക്ക് ഒട്ടിക്കണമെങ്കിലൊക്കെ ഫ്ലാഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു സ്റ്റാൻഡ് കൊടുത്ത് ഒരു കോല് കൊടുത്ത് അത് കയ്യിൽ പിടിക്കാനാക്കണ്ടേ? അപ്പം നമുക്ക് ഒട്ടിക്കണ്ടേ? അതിനെന്ത് വേണം? ഖിറാഉൻ, ഖിറാഉൻ എന്ന് വെച്ചാൽ എന്താണ്? ഗമ്മ്. പിന്നെ കലമുൻ റസാസിൻ, പെൻസിലും കൂടെ വേണമല്ലേ? അപ്പം നമുക്കിതിൽ വേണ്ടാത്തതായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അഹ്മറാണ്. റെഡ് കളറിന് നമുക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് കലമിനെയും ഒഴിവാക്കാം, കാരണം നമ്മൾ പെൻസിൽ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പേര് അറബിയിൽ കാണാതെ പഠിക്കുകയും വേണേ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് താഴേക്ക് എടുത്ത് എഴുതിക്കേ. ടെക്സ്റ്റിൽ മേലെ തന്ന പോലെ നോക്കി താഴേക്ക് എല്ലാവരും എടുത്ത് എഴുതണേ. നിങ്ങൾക്ക് വേണ്ടതിൻ്റെ പേരുകൾ മാത്രം എഴുതുക. ഇനിയോ നഖറഉ, നഖറഉ നമുക്ക് വായിക്കാം. എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ വായിച്ചേ. ആദ്യത്തെ വാക്യം എന്താണ്? വലതുൻ. രണ്ടാമത്തേതോ മൗസുൻ. മൂന്നാമത്തേത് ദൽവുൻ. ഈ 3 വാക്കിലും ചുവന്ന നിറത്തിൽ കൊടുത്ത അക്ഷരം ഏതാണ്? വാവാണല്ലേ? വാവ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഇനി ഈ വാവിന് എല്ലാവരും ഒന്ന് കളർ കൊടുത്തേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഈ വാവിന് നൽകണം. ഇനിയോ നസുലുൽ ഹുറൂഫ്, താഴെ തന്നിട്ടുള്ള വാക്കുകളെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളെല്ലാവരും എഴുതിക്കേ. വക്റുൻ, കൗസുൻ, ദൽവുൻ. എല്ലാവരും ആ വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് എഴുതി നോക്കണം. എല്ലാവരും എഴുതി നോക്കിയില്ലേ? ഇനി നമുക്ക് ആലമിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയും കൂടി ഇന്ന് പാടി നോക്കാം. ഇർഫഉ സൗതകും വഹ്തിഫു ലിൽഅലമി عشت كل المدى عاليا يا عالمي أنت رمز المنى أنت فخر لنا أنت في قلبنا ساكن يا علم. നമ്മുടെ ഫ്ലാഗിനെ പറ്റിയിട്ടുള്ള നല്ലൊരു കവിതയാണ്. ഇർഫഉ സൗതകും, നിങ്ങളുടെ ശബ്ദം ഉയർത്തൂ. വഹ്തിഫു ലിൽഅലമി, നിങ്ങളുടെ ഒരു ആവേശം കാണിക്കൂ. عشت كل المدى عاليا يا عالم. എൻ്റെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ഉന്നതിയിലാണല്ലേ ജീവിച്ചത്. അൻത റംസുൻ ലിൽ മുന അൻത ഫഖ്റുൽ ലനാ, നമ്മുടെ ഫ്ലാഗ് നമുക്ക് അഭിമാനമാണല്ലേ. പിന്നെ അൻത ഫീ ഖൽബിന, നീ ഞങ്ങളുടെ ഹൃദയത്തിലാണ്. സാക്കിനുൻ യാ ആലം, ഞങ്ങളുടെ ഹൃദയത്തിലാണ് നീ താമസിക്കുന്നത് അല്ലേ. നമ്മുടെ ഫ്ലാഗും നമ്മുടെ രാഷ്ട്രത്തെ പറ്റിയുള്ള ചിന്തയും നമ്മുടെ നേതാക്കളെ പറ്റിയുള്ള ചിന്തയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലല്ലേ. നമ്മൾ അവരെ എല്ലാവരെയും മുറുകെ പിടിച്ചാണല്ലേ ജീവിക്കുന്നത്. രാജ്യസ്നേഹമുള്ള നല്ല പൗരന്മാരങ്ങനെ. നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ. നുറാജോൻ നഷീദ വനഖ്താറു കലിമാത്തിൻ ഫീഹ മീം. മീമുള്ള വാക്കുകളൊക്കെ ഒന്ന് ആ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതിക്കേ. നിങ്ങളെല്ലാവരും വായിച്ചിട്ട് കവിതയിൽ മീം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതുക. ഇനി നഖ്റഉ, നമുക്ക് വായിച്ചു നോക്കിയാലോ ഈ താഴെയുള്ള വാക്കുകളൊക്കെ. മെഖസുൻ, നെമിറുൻ, അലമുൻ, സൂമുൻ. ഈ വാക്കുകളിലൊക്കെ ചുവന്ന നിറത്തിൽ കൊടുത്ത അക്ഷരം ഏതാണ്? മീമാണല്ലേ. ഇനി താഴെ അപ്പം നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നുലവിനു. എല്ലാവരും ഈ മീമിനൊന്ന് കളർ കൊടുത്തേ. മീം വ്യത്യസ്ത രൂപത്തിൽ ഒരു വാക്കിൻ്റെ തുടക്കത്തിലും
അവസാനത്തിലും നടുക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും അത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇനി ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്? നസ്ലുൽ ഹുറൂഫ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്ന ആൽഫബറ്റ്സിനെ നമ്മൾ യോജിപ്പിച്ചാൽ മതി. മുഷ്തുൻ, ഖംഹുൻ, സുല്ലമുൻ, ഹരിമുൻ. എല്ലാവരും ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് എഴുതി നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ എടുത്ത ഭാഗങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടുത്ത ഭാഗത്തിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതുവരെ എടുത്ത ഭാഗങ്ങൾ എല്ലാവരും നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.